സിദ്ധു നമസ്കാരം. കണ്ടതിൽ ഒരുപാട് സന്തോഷം, വന്നതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എങ്ങനെ പോവല്ലേ? സിദ്ധു ഇത് ഉമ ഇതെന്റെ വൈഫിന്റെ ബ്രദറാ കേശു, എന്റെ അളിയൻ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന മഹാമനസ്കനായ എന്റെ അളിയൻ. അപ്പൊ പിന്നെ വണ്ടി ഞാൻ വിളിച്ചു തരണോ അതോ അളിയൻ വിളിച്ചെന്നാ മതിയോ? ചേച്ചി വിളിക്കൂ? എങ്ങനെയാ പോകുന്നേ? വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ ഞങ്ങള്, കുറെ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്കേ സംസാരിക്കാനുള്ളത് പിന്നെ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ച് സംസാരിച്ചാ പോരെ? എന്നെ സംസാരിക്കണോ? സിദ്ധു എപ്പോഴെങ്കിലും എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയല്ലോ. ഉമ എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സുമയ്ക്ക് അറിയാലോ എന്റെ സാഹചര്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി നിമിത്തമായത് എന്റെ ഈ അളിയന. അളിയ ഞാൻ അളിയനാണ് കേട്ടോ. എടാ ഇതിങ്ങനെ പയ്യെ പറയേണ്ട കാര്യമല്ല, എനിക്ക് ലോകത്തിന്റെ അടുത്ത് വിളിച്ചു പറയണം കേശു എന്റെ അളിയനാണ്. സൗണ്ട് താത്തി ആറുവല്ലോ ഇത് കണ്ടു കഴിഞ്ഞ എന്റെ ഉയിര്. അതെ ചേച്ചി വന്ന് ഉമ്മച്ചേച്ചി വന്നേ, നമുക്ക് മാറി അപ്പുറം എവിടെയെല്ലാം പോയി സംസാരിക്കാം. അല്ല, ഞങ്ങളല്ലേ കുറെ നാളുകൂടി കണ്ടത്, ഞങ്ങൾക്ക് കുറച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കാനുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കട്ടെ? മതി, അതിന്റെ ആവശ്യമുള്ളൂ. നമുക്ക് മൂന്നുപേർ കൂടെ പോയി സ്വകാര്യമായിട്ട് സംസാരിച്ചാ പോരെ? അത് വേണ്ട അളിയാ. അളി ഒരു 10 മിനിറ്റ് ഞങ്ങളൊന്ന് സംസാരിക്കണം. പെട്ടെന്ന് സംസാരിക്കൂ. പെട്ടെന്ന് സംസാരിക്കൂ. ഞങ്ങളെ ആ ഏരിയയില് പോയി സംസാരിക്കാം. ഒറ്റ മിനിറ്റ്. എന്താ എടാ, ഇവിടെ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ എനിക്ക് സിഗ്നൽ തരണം കേട്ടോ. സിഗ്നലാ? ആംബുലൻസിന് സൗണ്ട് മതിയാ? ആംബുലൻസിന് വേണ്ട. തീവണ്ടി? തീവണ്ടി വേണ്ട. പട്ടി? പട്ടി ഒട്ടും വേണ്ട. പൂച്ചയില്ലേ? എടാ വേറെന്തേലും പിടിയടാ. മയില് 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 മയില്. മയിലോ? മയിലിന് സൗണ്ട് ഒക്കെ ഉണ്ടോ? മയിലിങ്ങനെ എന്തോ ഒച്ച എടുത്തില്ലേ? കുയില് മതിയോ? ഒന്ന് കാണിച്ച്, എക്സാമ്പിൾ കാണിച്ച്. മയിലിന് നീ കിട്ടല്ല. ഈ എന്തെങ്കിലും ഒച്ച വെച്ച് അറിയിച്ചാ മതി. ഇത് തന്നെ മയില്. എടാ അറിയാലോ, നമ്മുടെ കുടുംബം, എന്റെ ലജ്ജും കല്ലും എല്ലാം നിന്റെ കയ്യിലാ. ഈ അളിനെ പൊന്നുപോലെ നോക്കണേടാ. ഓക്കെ എന്നാ പിന്നെ നമുക്കങ്ങടെ ചേച്ചി മാപ്പ്, മക്കളെ പാറു കല്ലോ മാപ്പ്. എന്നാ പിന്നെ നമുക്കങ്ങടെ ചേച്ചി മാപ്പ്, മക്കളെ പാറു കല്ലോ മാപ്പ്. മയിലെങ്ങനായിരുന്നു എനിക്ക് പറഞ്ഞൂടാ. അത് സമയത്താണോ? സോഷ്യലാവല്ലേ എന്ന് പറഞ്ഞ കേക്കൂ. അവന്റെ സോഷ്യലിസം അവന്റെ സമാധാനല്ലേ? സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോടാ. ഇത് എങ്ങോട്ട് പുളന്നവർ കൊണ്ടുവരണം? 1 മണിക്കൂർ കേട്ട് വന്നാ പോരെ? എന്തിനാ എന്താ ഏറുകൊണ്ട് പട്ടിയെ പോലെ നിക്കണേ? പട്ടി ഞാൻ അല്ലേ? കറക്റ്റാ, ഞാൻ പട്ടി തന്നെ. അമ്മായി വീട്ടിൽ വന്നല്ലേ? വീട്ടിൽ കയറി പോയി. വീട്ടിൽ കയറി പോയി. ഞാൻ നിന്റെ അമ്മായിയാണ്, ആജ്ഞാപിക്കണം എന്റെ അടുത്ത്. ഇവിടെ
അങ്ങോട്ട്. എടാ വാടാ. അമ്മായി പോ. എടാ ഇങ്ങോട്ട് വാടാ. അമ്മായി പോ അമ്മായി. എടാ അങ്ങോട്ട് വാ. കൂടുതൽ ബലം കാണിച്ചിട്ടില്ല, ചവിട്ടി കരുതി കളഞ്ഞ്. അമ്മായി ബലം പിടിക്കാം. അമ്മായി പോ അമ്മായി. എടാ ഇങ്ങോട്ട് വാ. എടാ അവിടെ വീഴാ, അങ്ങോട്ട് വാ. ഇല്ല ഇല്ല അമ്മായി പാറമട ഭാഗത്തോട്ട് പോണ്ട പോണ്ട പോണ്ട. അതിന് ആര് പാറമട ഭാഗത്തോട്ട് പോണേ? എടാ ഞാൻ വീട്ടിൽ പോണ്ട, അങ്ങോട്ട് വാടാ. വീട്ടില് എന്നാ പിന്നെ ആദ്യം വാതറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഡേ എത്ര തവണ നിന്റെ അടുത്ത് പറഞ്ഞു? ശരിക്കും പറ, നിന്റെ റിലേ പോയാ? റിലേ എങ്ങനെ റിലേ പോവായിരിക്കും? അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടക്കണത്. അമ്മായി അമ്മായി എങ്ങനെയാന്ന് ബസ്സിന് വന്നാ ട്രെയിനിന് വന്നാ? ഗസ് ചെയ്, ഒരു ഗിഫ്റ്റ് തരാം. அப்படின்னா நீ ட்ரெயின்ல வந்திருப்ப. ட்ரெயின் தானே உனக்கு ரொம்ப பிடிக்கும். കറക്റ്റ്. നീ എവിടെ പോണ്ടാ? ഞാൻ എടാ എന്താണ് പ്രശ്നം നിന്റെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോവാ. വാ 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 വാ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താ അമ്മായി? അമ്മായിക്ക് എന്താണ് പ്രശ്നം? ഡേയ് സമാധാനപ്പെട്. ഞാൻ നിന്റെ അമ്മായി, അത് ഓക്കെ അല്ലേ? ആ ഓക്കെ, അത് ഓക്കെയാണ്. എന്തിനാ നീ കിടന്ന് പിടയ്ക്കണത്? നിന്റെ റിസൾട്ട് വല്ലതും വന്നാ? പൊട്ടിയാടാ? എടാ കുഴപ്പമില്ല, അടുത്ത പരീക്ഷയ്ക്ക് എഴുതിയെടുക്കാം. അമ്മായിയെ ഞാനിപ്പൊ എല്ലാം കൊണ്ടും പ്രഷർ എടുത്തിട്ട് മുൾമൊനെ നിക്കാണ് ഞാൻ. മുൾമോനെ? കള്ളിമുള്ള അതാ തൊട്ടവാടിയാ? അല്ല മീമുള്ളു. അമ്മായി അകത്തേറി പോമ്മായി. നീ ആരോടായി ചൂടായി സംസാരിക്കുന്നേ? ഛേ ഓട്ടമ്മ വിവരമില്ലാത്തോണ്ടല്ലേ. അമ്മായി അമ്മായി കേശവന്റെ അടുത്ത് കമ്പനി അടിക്കുന്നുണ്ട്. കേശവന് ഒരു ബഹുമാനം തരാത്തെ. அப்படி சொல்லக்கூடாது பாரு. கேசுக்கு நல்ல ബഹുമാനം இருக்கு. ആ കേസ് ഇപ്പൊ മാക്സിമം ബഹുമാനമാണ് കാണിച്ചോണ്ടിരിക്കുന്നത്. ദയവ് അത് കളയരുത് പ്ലീസ്. എടാ നിനക്ക് എന്തുവാ കുഴപ്പം? അതിനിപ്പോ ഇവിടെ എന്തോ സംഭവിച്ചു. ഇവിടെ എന്തോ സംഭവിച്ചെന്നാ? ഇവിടെ സംഭവിച്ചോണ്ടിരിക്കണെന്ന് പറഞ്ഞാലേ ഈ വീടുണ്ടല്ലോ, ഈ വീട് നിന്ന് കത്തും. അത് എടാ ഓട്ട് സാരമില്ല, അമ്മയടുത്ത് പറ എന്താണ് പ്രശ്നം. അമ്മായി എനിക്ക് സമാധാനത്തിൽ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പറയില്ല, അതുകൊണ്ട് ഇപ്പൊ എന്നോടൊന്നും ചോദിക്കില്ല. ഞാൻ പറയും. ഞാൻ എല്ലാം പറയും. 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ്. നീ കിട്ടിയാടാ? നീ കിട്ടിയാ നമ്മളറിയാതെ? പോമായി അവിടുന്ന്. അമ്മായി ഈ മയില് കൂണത് ഇങ്ങനല്ലേ? ഇത് കാലം കോഴിയല്ലേ ഇങ്ങനെ കൂണ്? കാലം കോഴി. ഈ ചെറുക്കന് ഇത് എന്ത് പറ്റി? ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറുന്നുണ്ടല്ലോ. എന്തായാലും ഇനി പാഴൂർ അമ്പലത്തിൽ പോകുമ്പോഴേ ഇവന്റെ പേരിൽ ഒരു വഴിപാട് നടത്തണം. ഒരു നൂലും കൂടെ ജപിച്ച് കെട്ടേണ്ടി വരും. கௌரி வா கௌரி, நம்ம போய் ஏதாவது பிரேக்ஃபாஸ்ட் சாப்பிடலாம். ബ്രേക്ക്ഫാസ്റ്റ് എന്തുവാ? தோசை இருக்கு, உனக்கு பிடிச்ச தீயலும் இருக்கு, உள்ளி தீயல். എന്നാ കഴിക്കാം. അല്ല എന്നാലും ശരിക്കും കേശവൻ എന്താണ് പറ്റിയത്? എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ പാവം. മാമ ഇങ്ങോട്ട് വരണമെന്നല്ലേ പറഞ്ഞേ? സിഗ്നല് തരണടാന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാക്കിയുള്ളവൻ കിടന്ന് കൂവി വിളിച്ചിട്ട് പോലും ഒരു റിയാക്ഷനും ഇല്ല. നേരെ കൊണ്ടല്ലോ ഞാൻ ഇതെങ്ങനെ വിട്ടാ ശരിയാവൂല. ശരിയാക്കി തരടോ എനിക്ക്. വേണ്ട നമ്മൾ വെക്കുമ്പോ നമ്മുടെ തലേ കയറണല്ലേ. ഹലോ ലച്ചി ചേച്ചി. ആടോ താൻ തന്റെ കൂട്ടുകാരുടെ കൂടെ പൊക്കോ. അതല്ല പറയണകള്. എനിക്കിവിടെ സ്വസ്ഥതയില്ല. അയ്യോ എങ്ങനെ സ്വസ്ഥത കിട്ടും? വരുമ്പോ തന്റെ സ്വസ്ഥത അങ്ങ് പോവും. മതിയെന്ന്
കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എനിക്ക് എന്തിന്റെ കേടാ? ഒരു കാര്യമില്ല, ചുമ്മാ വിളിച്ച്. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ. കേസുവാണല്ലോ. എവിടാ? ഞാൻ ഇങ്ങനെ നിക്കണ്. ഇവിടെ കിടന്ന് ഇത്ര നേരം കൂവി വിളിച്ചിട്ട് ഞാൻ കേട്ടില്ലല്ലേ? എവിടാ? ഇവിടെ ഇവിടെ. എടാ, അവിടെ വിളിച്ചിരിക്കാൻ ഇങ്ങോട്ട് വാ. എന്താ? ആ വായ നോക്കി. വായി നോക്കിയേ തന്റെ മടിച്ചിരിക്കാന്ന് വാ കേശു. കാര്യം എപ്പോഴും വായ നോക്കാൻ മിടുക്കനാ. എന്താ? 10 മിനിറ്റ് ആയി സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ എന്നാ പിന്നെ വണ്ടി ബുക്ക് ചെയ്യട്ടെ. അളിയാടാ, ഉമേ ഓ. ആകെ ഡെസ്പായിട്ട് നിക്ക. നീ ഒന്ന് സംസാരിച്ചു. ഞാൻ സംസാരിക്കേ. സംസാരിക്കടാ. അളിയാ അളിയോടെ പോണ്. അളിയാ ഞാൻ ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാ സിദ്ധുവിന്റെ മനസ്സിൽ നിന്ന് ഞാൻ ഇപ്പോഴും പോയിട്ടില്ല. അതെന്ത് ചേച്ചി ഇതുവരെ വണ്ടി കിട്ടിയില്ലേ? കേശുവിന് ഞങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലാവും. ഇല്ല, എനിക്കെങ്ങനെ മനസ്സിലാവും? എനിക്ക് ഇപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ ഒട്ടും മനസ്സിലാവില്ല. ഒന്നില്ലേലും കേശു എന്നെ പോലെ ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട ഒരാളല്ലേ. പിന്നെ എൻ്റെ അടുത്തുള്ള വ്യത്യാസമുണ്ട്. എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല. എന്ന് വെച്ചാ കേശുവിനോട് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല. പാടുണ്ടെങ്കിൽ പറയണ്ട, പാടില്ലെങ്കിലും പറയണ്ട. കാരണം എനിക്കൊരു തേങ്ങയും കേൾക്കണ്ട. എന്റെ പൊന്നി ചേച്ചി, ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങോട്ടെങ്കിലും പോവാൻ നോക്ക്. ചെല്ല്. ഞാൻ പോണില്ല. പോണില്ലെന്നാ പിന്നെ പോവാതെ. ചേച്ചി പോയ ചേച്ചി, ഇവിടെ ഒന്നും ശരിയാവൂല. കേശു കാരണല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് കേശു തന്നെ പറയാം എന്നോട് പോവാൻ. എന്റെ പൊന്നു പെങ്ങളെ, നിൽക്കുന്ന ദേവി ഇതൊന്ന് പോണ. എന്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കില്ല, അതുകൊണ്ടാണ് പറയണേ. കേശു നല്ല സോഫ്റ്റായ ലിബറലായ എല്ലാം മനസ്സിലാക്കുന്ന ആളാന്നാണല്ലോ സിദ്ധു പറഞ്ഞത്. പിന്നെന്താ ഇങ്ങനെ? എന്റെ പൊന്നു സിസ്റ്ററെ, ഞാൻ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇതെന്റെ ഗതികേടാണ്. ഞാൻ ഇനി ഇവിടെ പറഞ്ഞാൽ ശരിയാവില്ല. ഞാനേ അളിയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരുമാതിരി പരിപാടി അടിക്കില്ല കേട്ടാ. എന്ത്? 10 മിനിറ്റ്, 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് ആരും പറഞ്ഞോട്ടെ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒന്നാമതായി ഞാൻ ഭ്രാന്തനാ, വെറും ഭ്രാന്തനാ തന്നെ. ഇനി പൊക്കോണം. നടക്കാം. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? നന്നായിട്ട് പോകുന്നു. ഞാൻ ആടത്തൊക്കെ സംഭവം. ആണ്ടാ അത്? കണ്ട കണ്ട്. അറിഞ്ഞൂടെ? എടാ, നിനക്ക് ഇത് തന്നെയാണോ പണി? പെമ്പിളല്ല ലൈൻ അടിച്ചോണ്ട് പറഞ്ഞത്. ഇതിപ്പോ എവിടെ നിന്ന് വളച്ചോണ്ട് വന്നത്? അയ്യോ, ഇതങ്ങനല്ല. എങ്ങനല്ല? ഞാൻ പറയാം. പറ. അമ്മായി വന്നേ. നീ പറ. ആ അമ്മായി, ആ ഇങ്ങോട്ട്. അങ്ങോട്ടു. എന്താ? അതെ, ഞാനേ കാര്യം പറഞ്ഞേക്കാം. ആദ്യം തന്നെ എന്റെ തല തിന്നാൻ വരരുത്. ഫസ്റ്റ് ഫുള്ള് കാര്യം കേട്ടിട്ട് വേണം എന്തേലും പറയണമെങ്കിൽ പറയേ. ഓക്കെ? ഓക്കെ. ഓക്കെ ആണേ? ഓക്കെ. എനിക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പറയാൻ പറ്റത്തില്ല, വേറെ എന്തെങ്കിലും സംഭവിക്കും. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കൂട്ടി ചത്തു. നീ പറഞ്ഞില്ലെങ്കിൽ നീ എന്റേതും മേടിക്കും. അതാരാ? അമ്മായി കേക്കണം.
ഞാനും അളിയനും കൂടി രാവിലെ പാല് മേടിക്കാൻ ജംഗ്ഷനിൽ പോയിട്ട് പാല് മേടിച്ചോണ്ട് വരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങള് മച്ചാ സംസാരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയില് ഞാൻ അളിയന്റെ അടുത്തൊന്ന് ചോദിച്ചു പോയി, അളിയാ, അളിയന് കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സീരിയസ് ആയിട്ടുള്ള വല്ല പ്രേമം ഉണ്ടായിരുന്നിട്ടുണ്ടോന്ന്. അതാണ് ഇതിലൊന്ന് അവസാനിച്ചത്. മനസ്സിലായില്ല. അതാണ് ഈ ഉമ വരെ എത്തിയതെന്ന്. ഉമ്മയാ? ആ വന്നേക്കണ ചേച്ചിയുടെ പേരാണ് ഉമ, അളിയന്റെ മുൻകാല സീരിയസ് കാമുകി. അതാ ആ, സിദ്ധുവിന്റെ കാമുകിയാ? ഇതുവരെയായിട്ടും കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? ആ ചേച്ചി ഉടനെ ഒന്നും ഇവിടുന്ന് പോകുന്നില്ലെന്നാ പറയുന്നേ. കേശു അളിയന്റെ അടുത്ത് ചോദിച്ചപ്പോ അളിയ എന്തൊക്കെയോ ഞഞ്ഞാവിഞ്ഞൊക്കെ പറയണം. അമ്മായി, എനിക്കറിഞ്ഞൂടാ. എന്റെ ദൈവമേ, എടാ നീ നിന്റെ ചേച്ചിയുടെ ജീവിതം തൊലക്കോടാ. എനിക്കറിഞ്ഞൂടെ ഏത് സമയത്താണോ എന്തോ എനിക്ക് അങ്ങനൊക്കെ ചോദിക്കാൻ തോന്നിയത്. അങ്ങനെ മുൻകാലം. എന്തോ പ്രശ്നം? എന്തോ പ്രശ്നമെന്നാ? പിന്നെ വെറുതെ വെച്ചേക്കാൻ കൊള്ളൂല. തന്നെ എന്നെ കൊല്ല്. അത് പണ്ടോട്ടെ എല്ലാരും അവിടെ പറയുന്നല്ലേ. ഇപ്പൊ എന്താ കാര്യമെന്ന് പറ. കേശുവേ, നീ ലച്ചുവിനെ അറിയിച്ചാ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ അറിയിച്ചിട്ടില്ല. അറിയിച്ചു കഴിഞ്ഞാൽ ചേച്ചി പറഞ്ഞു എന്റെ തല വെട്ടും. അറിയിച്ചിട്ടില്ലല്ലേ? ഞാൻ വിളിച്ചു പറയാം. ഞാൻ വിളിച്ചു പറയാം. വിളിച്ചു പറയാതെ എങ്ങനെ? എന്റെ പൊന്നമ്മായി, അമ്മായി എവിടെ ചേച്ചി വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ ചേച്ചിയുടെ അവസ്ഥ. എന്താ അവിടെ പ്രശ്നം? എന്താ പ്രശ്നമെന്നാ? ഞാൻ പറയണില്ല, കേശു പറഞ്ഞുകൂട്. എന്താടാ? ഏവനോ ഒരുത്തൻ എന്നോ എന്തൊക്കെയോ കാണിച്ചു വെച്ചതിന് ഇപ്പൊ ഞാനാണ് അനുഭവിക്കണത്. എടാ, നിന്റെ ഈ പ്രശ്നം നിർത്താറായില്ലോ കേശു? നിന്നെ കൊണ്ട് ഒരു അടിക്കൂടാது. അമ്മ അവൻ அப்படியெல்லாம் செய்ய மாட்டாமா. എപ്പോഴല്ല ചെയ്യമാട്ടായിരുന്നു. ഞാൻ എന്തൊരു ചെയ്യുന്നാണ് നിങ്ങളൊക്കെ പറയണേ? ഒരു മണ്ണും പിണ്ണാക്കും അറിയാതെ ദയവേദി എന്നെ എങ്ങനെ ക്രൂശിക്കല്ലേ. ഓ, മണ്ണും പിണ്ണാക്കും അറിയാൻ നല്ല തന്നേനെ. ഗൗരി, നീ എന്താന്ന് വെച്ചാ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ച് പറയുവോ? ഞാൻ ഇതിപ്പോ എങ്ങനെ പറയാ? അമ്മ, ഞാൻ പറഞ്ഞ ശരിയാവത്തില്ല. എന്നാ പിന്നെ നീ പറയടാ. ഞാൻ പറഞ്ഞ ഒട്ടും ശരിയാവൂല. എന്നാ പിന്നെ പാറു പറ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ആരെങ്കിലും ഒന്ന് പറയോ? അമ്മ ബോധം കെട്ട് വീഴരുത്. ഞാൻ പറയണില്ല, നേരിട്ട് കാണിച്ചു തരാം. വാ. പോകാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. പടയെടുത്തോണ്ട് പോണേ, എനിക്കറിഞ്ഞൂടാ. അമ്മൂമ്മ തലയിറങ്ങി. അമ്മൂമ്മ പറയോ കൊച്ചേ? അമ്മ നേരിട്ട് കാണാം. ഇല്ല, പോലെ ദയവേ നിങ്ങൾ പോലെ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ അമ്മൂമ്മയൊന്നും താങ്ങൂല്ല, അതുകൊണ്ടാണ് പറയണേ. നീ ഡീൽ ചെയ്തെടുത്തോളം മതി കേട്ടാ. അതെ, എന്തോന്ന് കാര്യം എന്താന്ന് വെച്ചൊന്ന് പറയുവോ? അതല്ലേ, നേരിട്ട് കാണാം. വാ. അളിയാ, പണ്ടേ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുടുംബം താമസിക്കാതെ. ആ കുടുംബത്തില് ഒരു പെൺകുട്ടിയുണ്ട്. അമ്മ നേരിട്ട് ഇല്ല, പോലെ ദയവേ നിങ്ങൾ പോലെ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്റെ അമ്മൂമ്മയൊന്നും താങ്ങൂല്ല, അതുകൊണ്ടാണ് പറയണേ. നീ ഡീൽ ചെയ്തെടുത്തോളം മതി കേട്ടാ. അതെ, എന്തോന്ന് കാര്യം എന്താന്ന് വെച്ചൊന്ന് പറയുവോ? അതല്ലേ, നേരിട്ട് കാണാം. വാ. ഹലോ അമ്മായി. ഓർമ്മയുണ്ടോ? പിന്നെ നമ്മൾ എത്ര വയസ്സിൽ ലച്ചുവിനെ കണ്ടിട്ടുണ്ട്. ലച്ചു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടി പറഞ്ഞ കാര്യം. ഉമ്മ, ഇത് ഉമ, ലച്ചുന്റെ ഫ്രണ്ടാ. ഉമ, ഇത് അമ്മുമ്മ. അത് കനകാന്റി, ഇത് പാറു, ഇത് കെ. എവിടെയാ മോടെ വീട്? എന്റെ വീട് കോട്ടയത്താ.
ഞാൻ 1 മാസമായിട്ട് എറണാകുളത്തുണ്ട്. ലച്ചു ആണെങ്കിൽ എപ്പോഴും വിളിക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഈ വരവൊരു സ്പെഷ്യൽ വരവാണല്ലോ അല്ലേ കേശു? കേശു സുഖല്ലേ? സുഖവാ. കേശുവിന് ഭയങ്കര സുഖമല്ലേ കേശേ? ചേച്ചി അപ്പൊ ചേച്ചിനെയാണല്ലേ ചേച്ചി ഫോൺ വിളിക്കുമ്പോ ഉമ്മു ഉമ്മൂന്ന് വിളിക്കുന്നല്ലേ? അതെല്ലോ. മോള് വന്നിട്ട് കുറച്ചു നേരമായോ? ഞാൻ കുറച്ചു നേരമായി. ഞാൻ സിദ്ധുവിനോട് പുറത്തുനിന്ന് സംസാരിക്കുകയായിരുന്നു. ആണോ? എന്നാ വാ അകത്തോട്ട് സംസാരിക്കാം വാ. കേശു കേശു അളിയാ അങ്ങനെ അങ്ങ് പോയാലോ? എന്താടാ? അമ്മായിക്കും കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അല്ലേ? ലച്ചു ചേച്ചി, അമ്മായി, അളിയൻ 3 പേരും കൂടെ പ്ലാൻ ചെയ്ത് സെഞ്ചു. അറിയാ, നീ എന്റെ പഴയ പ്രണയം ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുക കാര്യമേ ലച്ചൂസ് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ലച്ചൂസാ പറഞ്ഞ ലച്ചൂസിന്റെ ഒരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് വിട്ട് നിന്നെ പറ്റിക്കാവുന്നു. എന്തായാലും കൊള്ളാം, ഞങ്ങായിരുന്നു. പക്ഷെ എന്നെ ഇങ്ങനെ തിരികെ നിർത്തണ്ടായിരുന്നു അളിയ. എന്റെ പഴയ പ്രണയമൊക്കെ അറിഞ്ഞ് തൃപ്തിയായ തിരുപ്പതി ടൈമിങ്ങിന്റെ കാര്യത്തിൽ എന്റെ ചേച്ചി മിടുക്കി. പറ. ആ ചമ്മയാണെങ്കിൽ ഇതേ എന്റെ മുമ്പിൽ നിപ്പുണ്ട്, കൊടുക്കാലോ ചേച്ചി. ഹലോ ചേച്ചി. ഓ തൃപ്തിയായി. അയ്യോ ഇല്ല, ഇനി എനിക്ക് പ്രേമത്തിന്റെ കാര്യം അറിയേ വേണ്ട. എനിക്ക് സംശയം ഇല്ലെന്ന്. ഞാൻ നിർത്തിയെന്ന്. ഓ ഞാൻ ഒരു കാര്യം ചോദിക്കൂല അളിയുടെ അടുത്ത് പോരെ? ഇല്ല സംശയിക്കില്ല. ഇല്ല ഇല്ല ഇല്ല. ഓ തന്റെ ഭർത്താവ് എന്നെ സമ്മതിച്ച്. ഓ ഓ അല്ലേ കട്ടി. അളിയാ, ഓ പണ്ടേ ഓ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തെ എന്റെ വീടിന്റെ അടുത്ത് ഒരു കുടുംബം താമസിക്കാൻ വന്നു. ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയുണ്ട്. എന്നിട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കണ്ട മാലാകെ പോലും. മാലാകയാണെങ്കിൽ സ്വർഗത്തിരിക്കണം. ആ മാലാക നടന്നു വരുമ്പോ ഒരു കാറ്റുണ്ട് എന്റെ കേശു. എന്റെ ശിവനെ അളിയന്റെ കഥയും കൊണ്ട് വരാൻ ബാക്കിയുള്ള ഉയരെടുക്കാൻ വേണ്ടി. ഇല്ല ഇല്ല ഇത് ഞാൻ കേൾക്കൂല.